ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുള്ള സാധനം സ്റ്റെറൈൽ ആണ് എന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് സാധനം സ്റ്റെറിലൈസ് ചെയ്യുന്നത് അത് സ്റ്റെറൈൽ ആണ് എന്ന് പറഞ്ഞ് ഉറപ്പുവരുത്തി ലാബിൽ ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടി. അപ്പൊ അങ്ങനെ സ്റ്റെറൈൽ ആണ് എന്ന് ഉറപ്പുവരുത്തി വിടണമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യണം. അതിൽ നമുക്ക് രണ്ട് രീതിയിലാണ് കൺഫേം ചെയ്യാൻ പറ്റുക. ഒന്ന്, സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള സാധനം എടുത്തിട്ട് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് നടത്തുക. സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്തിട്ടുള്ള സാധനം എടുത്തിട്ട്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റെറൈൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് നടത്തുക. സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും കരുതണ്ട. എന്തിന്റെ ആണോ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് നടത്തേണ്ടത് അതിൽ നിന്ന് കുറച്ച് സാമ്പിൾ എടുക്കണം. ഇന്ത്യൻ ഫാർമക്കോപ്പിയ അല്ലെങ്കിൽ അതുപോലുള്ള ഒഫീഷ്യൽ ബുക്സിൽ പറഞ്ഞിട്ടുള്ള സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ട കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്യണം. ആ കൾച്ചർ മീഡിയത്തിലോട്ട് ഈ സാമ്പിൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് ടൈം പീരീഡ് നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. മിനിമം ഓഫ് 7 days അപ് ടു 14 days വരെ നമ്മൾ അത് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ആ ഫ്രഷ് ആയിട്ടുള്ള കൾച്ചർ മീഡിയയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ സ്റ്റെറിലൈസേഷൻ വാസ് നോട്ട് സക്സസ്ഫുൾ. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഈ പ്രൊഡക്റ്റിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം സ്റ്റെറിലൈസേഷൻ പ്രോസസ് വാസ് നോട്ട് സക്സസ്ഫുൾ എന്നുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൺട്രോൾസുകൾ യൂസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ മോണിറ്റേഴ്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും എടുത്ത് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് നടത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷൻ സക്സസ്ഫുൾ ആണെന്ന് ഉറപ്പുവരുത്താനുള്ള കൺട്രോൾസുകൾ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സ് എന്നുള്ളതാണ്. വി ക്യാൻ ക്ലാസിഫൈ സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സ് ഇൻ ടു 3: ഫിസിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, chemical indicators and biological indicators. We will discuss one by one. First one is physical methods. ഇപ്പൊ പേര് പറയുന്ന പോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സുകളാണ്. ഫിസിക്സ് യൂസ് ചെയ്യുന്ന ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രോൾസുകളാണ് ഫിസിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡിനനുസരിച്ച് ഓരോന്നിലും ഓരോ രീതിയിലുള്ള മെത്തേഡ്സുകളായിരിക്കും പറയുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ ഈസ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഓട്ടോക്ലേവ് പോലെയുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓട്ടോക്ലേവിന്റെ അകത്ത് കാണുന്ന ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് തെർമോകപ്പിൾസ് എന്ന് പറയുന്നത്. തെർമോകപ്പിൾസ് നിങ്ങൾ ഫിസിക്സിൽ +2 ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 2 വയറുകൾ, ഒന്ന് കോൾഡ് സർഫസിലും ഒന്ന് ഹീറ്റ് ഉള്ള സർഫസിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് എനർജി നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറുകളായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതേ മെത്തേഡിൽ ആദ്യം നമുക്ക് ഒരു മാസ്റ്റർ പ്രോസസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലിഡേഷൻ പ്രോസസ്സ് വഴി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡ് നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് പുതുതായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് വരുന്ന സമയത്ത് ആദ്യം തന്നെ ഇയർലി വൺസ് എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ ഇതിന്റെ അകത്ത് ഇന്ന സമയത്ത് ഇത്ര ടെമ്പറേച്ചർ ഉണ്ടാവുന്നുണ്ട്, ഇന്ന സമയത്ത് ഇത്ര ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ഇത്ര ടെമ്പറേച്ചർ ആവുന്നുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഈ തെർമോകപ്പിൾസ് യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ പ്രോസസ് റെക്കോർഡ് നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ചെയ്യുമ്പോഴും ഓരോ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് വഴി എന്തെങ്കിലും ഒരു സാധനത്തിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് മാസ്റ്റർ പ്രോസസ് റെക്കോർഡുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്കറിയാം 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത്ര ടെമ്പറേച്ചർ ആവണം, 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇത്ര ടെമ്പറേച്ചർ ആവണം. അത് പിന്നെ ഓട്ടോക്ലേവിന്റെ പ്രഷർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരണം. ഈ രീതിയിൽ അതിന്റെ ഒരു മാസ്റ്റർ പ്രോസസ് റെക്കോർഡിൽ ടെമ്പറേച്ചർ ഡിഫറെന്റ് ടൈമിൽ വേണ്ടത് നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രോസസ്സിലും ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് ഫിസിക്കലായിട്ട് നമുക്ക് അതിനെ കമ്പയർ ചെയ്യാം. ദിസ് മെഷീൻ ഓർ autoclave or moist heat sterilization is following that pattern of
ടെമ്പറേച്ചർ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. മാസ്റ്റർ പ്രോസസ് റെക്കോർഡ് വിൽ ബി യൂസ്ഡ് ആസ് ആൻ റെഫറൻസ് ആൻഡ് ബാച്ച് പ്രോസസ് റെക്കോർഡ് BPR ഈസ് യൂസ്ഡ് ടു കമ്പയർ ദിസ്, അല്ലെങ്കിൽ ഈ ഒരു ബാച്ച് പ്രോസസ് റെക്കോർഡ് മാസ്റ്റർ പ്രോസസ് റെക്കോർഡുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഓരോ വർഷം കൂടുമ്പോഴും നമ്മൾ ഈ മാസ്റ്റർ പ്രോസസ് റെക്കോർഡ് റിവാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കൊല്ലവും നമ്മൾ ഒരിക്കൽ മാസ്റ്റർ പ്രോസസ് റെക്കോർഡ് നമ്മൾ ഉണ്ടാക്കണം. അതുമായിട്ട് നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുന്ന ഓരോ പ്രോസസ്സിന്റെയും ടെമ്പറേച്ചർ മെഷർ ചെയ്യുക എന്നുള്ളതാണ് മോയിസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ഇൻഡിക്കേറ്റർ എന്നത്. ഈ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഓട്ടോറോവൻ പോലെയുള്ള സാധനത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെയും മാസ്റ്റർ ടെമ്പറേച്ചർ റെക്കോർഡ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ഓട്ടോക്ലേവ് ഓട്ടോറോവൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു മാസ്റ്റർ ടെമ്പറേച്ചർ റെക്കോർഡ് നമ്മൾ ഉണ്ടാക്കും. ഇത്ര സമയം കൊണ്ട് ഇത്ര ടെമ്പറേച്ചർ ഉണ്ടാവുന്നുണ്ട്, ഇത്ര സമയം കൊണ്ട് ഇത്ര ടെമ്പറേച്ചർ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫിസിക്കൽ മെത്തേഡിലാണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സ് നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. Now next one is radiation sterilization process. We will use a plastic dosimeter which will give an accurate measure of radiation dose absorbed and which is considered to be the best technique currently available for radiation sterilization process. So plastic dosimeter എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു അപ്പാരറ്റസ് യൂസ് ചെയ്യുക. അതിൽ നിന്ന് എത്രത്തോളം നമ്മൾ കൊടുത്തിട്ടുള്ള റേഡിയേഷൻ എത്രത്തോളം ഈ ഒരു ഡോസിമീറ്റർ അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്ന സമയത്തും നമുക്ക് അത് ഫിസിക്കലായിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. നാലാമത്തതാണ് ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ ഫിസിക്കൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ അവിടെ എലവേറ്റഡ് ടെമ്പറേച്ചർ എത്രത്തോളം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യാം. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് എത്രത്തോളം ലീക്ക് ആവുന്നുണ്ട്, റൂട്ടീൻ ടെസ്റ്റ് ലീക്ക് ടെസ്റ്റ് നടത്തുക ടു എൻഷുർ ഗ്യാസ് ടൈറ്റ് സീൽ. ഗ്യാസ് കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാം. അതുപോലെ തന്നെ പ്രഷർ ആൻഡ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്, ക്ലോസ്ഡ് റൂമിൽ ചെയ്യേണ്ടതാണ്, കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈം ഇന്റർവ്യൂ ഫിസിക്കലി നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഫിസിക്കൽ പ്രോസസ് ആണ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യണം, ഗ്യാസ് ലീക്ക് അതിന്റെ പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യണം, അതുപോലെ ഹ്യൂമിഡിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യണം, കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യണം. ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബബിൾ പോയിന്റ് പ്രഷർ ടെസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പൊ ഇവിടെ ഈ ഒരു ടെസ്റ്റ് മെത്തേഡ് വഴി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഫിൽട്ടർ പേപ്പറിന്റെ പോർ സൈസ് എത്രയാണ്, അതിന്റെ ഇന്റഗ്രിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബബിൾ പോയിന്റ് പ്രഷർ ടെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ടെസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഫിൽട്ടർ പേപ്പർ എന്തിനെയാണോ ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അപ്രോപ്രിയേറ്റ് ലിക്വിഡിൽ സോക്ക് ചെയ്യുക, മുക്കിയെടുക്കുക എന്നുള്ളതാണ്. Then we will apply the pressure to the filter paper, and pressure difference when the first bubble of air break away from the filter is equivalent to the maximum pore size. അപ്പൊ അത് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മുക്കിയെടുത്തതിന് ശേഷം പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ ബബിൾ ഉണ്ടാവാൻ എത്ര പ്രഷർ നമ്മൾ കൊടുക്കണം എന്നുള്ള പ്രഷറിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, ആ വാല്യൂ എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? പോർ സൈസിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പോർ സൈസ് കുറവാണെങ്കിൽ അവിടെ കൊടുക്കേണ്ട പ്രഷർ കൂടുതലായിരിക്കും, പോർ സൈസ് കൂടുതലാണെങ്കിൽ അവിടെ കൊടുക്കേണ്ട പ്രഷർ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ് അല്ലെ, അങ്ങനെ തന്നെ അല്ലേ? പോർ സൈസ് കുറവാണെങ്കിൽ പ്രഷർ കൂടുതൽ കൊടുക്കേണ്ടി വരും, പോർ സൈസ് കൂടുതലാണെങ്കിൽ അതിന്റെ പോർ സൈസ് കൂടുതലാണെങ്കിൽ കുറഞ്ഞ പ്രഷറിൽ. അപ്പൊ എത്ര മാക്സിമം പ്രഷർ ആണ് വേണ്ടത് എന്നുള്ളത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. എത്ര പ്രഷർ കൊടുക്കുമ്പോഴാണ് ഫസ്റ്റ് ബബിള് ഉണ്ടാവുന്നത് എന്നുള്ളത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട്, ഫിസിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, so that's all about the physical indicator. Now let's see the chemical indicators. As the name indicates, we will use a chemical to give and change while the process of sterilization process. അപ്പൊ ഇവിടെ ഒരു കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് ഹീറ്റ്, സ്റ്റീം, സ്റ്റെറിലൈസേഷൻ ഗ്യാസ് ആൻഡ് അയണൈസേഷൻ റേഡിയേഷൻ ടു ആൾട്ടർ ദ കെമിക്കൽ ഓർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെന്റ് കെമിക്കൽ സബ്സ്റ്റൻസസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സുകളാണ് ഒന്ന് ബ്രൗൺസ് ട്യൂബ്,
witness tube, heat sensitive tap, rosy sachets, and chemical dosimeters. ഇപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം ബ്രൗൺസ് ട്യൂബ് എന്നുള്ളതാണ്. ബ്രൗൺസ് ട്യൂബ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന, എല്ലാ രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലും ഹീറ്റ് വരുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസേഷൻ മോണിറ്റർ ആണ്, കെമിക്കൽ ഇൻഡിക്കേറ്റർ ആണ് ബ്രൗൺസ് ട്യൂബ് എന്ന് പറയുന്നത്. Here we will use a reaction mixture along with an indicator. ഒരു ഇൻഡിക്കേറ്ററിന്റെ കൂടെയുള്ള ഒരു റിയാക്ഷൻ മിക്സ്ചർ ആണ് ഒരു സ്മോൾ ലീഡിന്റെ അടുത്ത് അല്ലെങ്കിൽ ട്യൂബിന്റെ അകത്ത് സീൽ ചെയ്തിട്ടുള്ള റിയാക്ഷൻ മിക്സ്ചർ ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് there will be some color change based on the type of Brown's tube used. ഏത് ടൈപ്പ് ബ്രൗൺസ് ട്യൂബ് ആണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകൾ ഫ്രം റെഡ്, യെല്ലോ ടു ഗ്രീൻ, ഇങ്ങനെയുള്ള രീതിയിൽ പല രീതിയിലുള്ള കളറുകൾ പല ടൈപ്പ് ബ്രൗൺസ് ട്യൂബ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. സോ ഇങ്ങനെയുള്ള ഒരു ട്യൂബാണ് ഈ ബ്രൗൺസ് ട്യൂബ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ അപ്പാരറ്റസിന്റെ കൂടെയൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു എൻവലപ്പിന്റെ അകത്ത് വെക്കാവുന്ന സാധനം തന്നെയാണ്. എന്താണോ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് അത് സ്റ്റെറിലൈസ് ചെയ്യുന്ന സാധനത്തിന്റെ കൂടെ എൻവലപ്പിൽ ഇതിന്റെ കൂടെ വെക്കുക. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലുണ്ടാവുന്ന കളർ ചേഞ്ച് നോക്കുക. ഇപ്പൊ കളർ ചേഞ്ച് നോക്കുന്ന സമയത്ത് ഏത് ബ്രൗൺസ് ട്യൂബ് ആണോ യൂസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഒരു കളർ ഇൻഡിക്കേറ്റർ അവിടെ തരും. ഫോർ എക്സാമ്പിൾ ടൈപ്പ് 1 ആണെങ്കിൽ അത് നമ്മൾ സാധാരണഗതിയിൽ മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ 120 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗിവ് ആൻ ബ്ലാക്ക് സ്പോട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് കളർ ആയിട്ടുള്ള ഏരിയയിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് ആണ് തരിക. ദെൻ ടൈപ്പ് 2 ഹൈ വാക്വം മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. 130 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിൽ നമ്മൾ അവിടെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ there will be an yellow spot. Then type 3 Brown's tube will use in dry heat sterilization method. hot autoclaveലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈപ്പ് 3 Brown's ട്യൂബുകളാണ്. 160 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിൽ ടെമ്പറേച്ചർ പോകുന്ന സമയത്ത് that will give an green spot. And type 4 we will use in dry heat infrared conveyors. If the temperature is greater than 180 degrees Celsius, that will give an blue spot. So these are the different types of Brown's tube. ബ്രൗൺസ് ട്യൂബ് മാത്രമായിട്ട് പലപ്പോഴും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രൗൺസ് ട്യൂബുകൾ ഏത് ടൈപ്പ് ഏത് സ്റ്റെറിലൈസേഷനിലാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് വാട്ട് വിൽ ബി ദ ഒബ്സർവേഷൻ ആഫ്റ്റർ ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ടൈപ്പ് 2 ആണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്നത്, ഗ്രീൻ സ്പോട്ട് ആണ് തരുന്നത്. ടൈപ്പ് 1 ആണ് മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്നത്, 126 ഡിഗ്രി സെൽഷ്യസിലാണ് അതിന്റെ കളർ ബ്ലാക്ക് സ്പോട്ട് ആയിരിക്കും തരുന്നുണ്ടാവുക. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ബ്രൗൺസ് ട്യൂബ്. സെക്കൻഡ് വൺ ഈസ് വിറ്റ്നസ് ട്യൂബ്. വിറ്റ്നസ് ട്യൂബിന്റെ അകത്ത് എന്ന് പറയുന്നത് ഒരു മെൽറ്റിംഗ് പോയിന്റ് നോൺ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ്. കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഓഫ് നോൺ മെൽറ്റിംഗ് പോയിന്റ് കണ്ടെയ്ൻഡ് ഇൻ എ ഗ്ലാസ് ട്യൂബ്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ യൂസ് സൾഫർ that will melt at 115 degrees Celsius and succinyl anhydride that will melt at 120 degrees Celsius, benzoic acid that will melt at 121 degrees Celsius. അപ്പോ ഈ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് എടുത്തിരിക്കുന്ന ഈ സബ്സ്റ്റൻസുകൾ മെൽറ്റ് ആവും. അപ്പൊ മെൽറ്റ് ആവുന്നത് ഇത്ര ടെമ്പറേച്ചർ ആയിട്ടുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ അതിനെ കെമിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ വിറ്റ്നസ് ട്യൂബ്. വി ക്യാൻ യൂസ് സൾഫർ, സക്സിനിക് അൺഹൈഡ്രേറ്റ് ഓർ ബെൻസോയിക് ആസിഡ്. ഇവിടെ ഒരു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് വി വിൽ നോട്ട് ഡൗൺ അറ്റ് വാട്ട് ടെമ്പറേച്ചർ വെദർ ദ വിറ്റ്നസ് ട്യൂബ് ഈസ് മെൽറ്റഡ് ഓർ നോട്ട്. അതിന്റെ അകത്തുള്ള സബ്സ്റ്റൻസ് മെൽറ്റ് ആയിട്ടുണ്ടോ ഇല്ലേന്ന് നോക്കും. മെൽറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടെമ്പറേച്ചർ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, so that is the second one, business tube എന്ന് പറയുന്നത്. Next one is heat sensitive tap, which is used quantitatively. അത് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബോവി ഡിക് ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഹീറ്റ് സെൻസിറ്റീവ് ടാപ്പ് എന്ന് പറയുന്നത്. Which will test to determine all the air have been removed from the dressing and subsequent steam penetration has been even and rapid. അപ്പോൾ ഇത് സാധാരണഗതിയിൽ സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഡ്രസ്സിങ്സിന്റെ അകത്തോട്ടൊക്കെ പ്രോപ്പർ ആയിട്ട് എയർ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും സ്റ്റീം പെനട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതിലും തന്നെ കളർ ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്
അതിന്റെ ഫുൾ പെനട്രേഷൻ സ്റ്റീം പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ കളർ ചേഞ്ച്. അങ്ങനെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീം അത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ട അപ്പാരറ്റസിന്റെ അകത്തൊക്കെ പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹീറ്റ് സെൻസിറ്റീവ് ടാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ തേർഡ് കെമിക്കൽ ഇൻഡിക്കേറ്റർ. ദാറ്റ് ഈസ് ദ തേർഡ് കെമിക്കൽ ഇൻഡിക്കേറ്റർ. So this is the heat sensitive tap. Next one is Royce sachets, which is used for monitoring of sterilization of ethylene oxide. Ethylene oxide use ചെയ്തിട്ട് sterilize ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഇൻഡിക്കേറ്റർ ആണ്, which consists of a polythene sachets containing magnesium chloride and hydrogen chloride and bromophenol blue indicators. ഈ മൂന്ന് സബ്സ്റ്റൻസുകളുള്ള ഒരു സാച്ചറ്റ് ആണ് അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പോളിത്തീൻ കവറിൽ എടുത്തിട്ടുള്ള മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ബ്രോമോഫിനോൾ ബ്ലൂ ഇൻഡിക്കേറ്റർ. സോ എത്തിലിൻ ഓക്സൈഡിന്റെ ഈ കോൺസെൻട്രേഷൻ എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്ന കോൺസെൻട്രേഷന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ ടൈം വന്നിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ ഫോർമേഷൻ ഓഫ് എത്തിലിൻ ക്ലോറോഹൈഡ്രീൻ, എത്തിലിൻ ക്ലോറോഹൈഡ്രീൻ, which will change the color of Royce sachet from yellow to purple. Royce sachet ന്റെ കളർ യെല്ലോ ന്ന് പർപ്പിൾ ആക്കും. എപ്പോഴാണ് എത്തിലിൻ ക്ലോറോഹൈഡ്രീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്ന സമയത്ത്. അത് എപ്പോഴാണ് ഉണ്ടാവുക? സഫീഷ്യന്റ് ആയിട്ടുള്ള എക്സ്പോഷറും സഫീഷ്യന്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷനും എത്തിലിൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ഈ ഒരു കളർ ചേഞ്ച് എന്ന് പറയുന്നത് യെല്ലോ ടു പർപ്പിൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ, ഫോർത്ത് കെമിക്കൽ ഇൻഡിക്കേറ്റർ, Royce sachets. Magnesium chloride, hydrochloric acid and bromophenol blue indicator in an polyethylene sachet is known as Royce sachets. Then last one is chemical dosimeter. കെമിക്കൽ ഡോസിമീറ്റർ എന്ന് പറയുന്നത്, ഡോസിമീറ്റർ എന്ന് എവിടെ കേൾക്കുമ്പോഴും മനസ്സിലാക്കുക റേഡിയേഷൻ സ്റ്റെറിലൈസേഷനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻസികളാണ്. ഇപ്പൊ കെമിക്കൽ ആയിട്ടുള്ള ഡോസിമീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റും. അത് ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് റേഡിയോ സെലക്റ്റീവ് കെമിക്കൽ ഇംപ്രിഗ്നേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സിൽ അങ്ങനെയുള്ള രീതിയിലും അവൈലബിൾ ആണ്. അപ്പൊ അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. There will be a color change from yellow to red during this irradiation process. So we can use chemical dosimeter. By using this chemical dosimeter, we can measure the radiation absorbed. Also, we can use qualitative indicator made up of radio sensitive chemical impregnated in plastics, and that will give a color change of yellow to red during irradiation process. So that is the chemical indicators. And finally, most important is biological indicator. നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സുകളാണ്. അപ്പോൾ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പേര് പറയുന്ന പോലെ തന്നെ ഒരു ഓർഗാനിസം ആയിരിക്കും ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏത് സ്റ്റെറിലൈസേഷനിലാണോ അത് മാക്സിമം അതിന്റെ വിസ്റ്റാൻഡ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റെറിലൈസേഷനിലാണോ അതാത് ഓർഗാനിസം കിൽ ചെയ്യുന്നത്, അതാത് ഓർഗാനിസം ആ സ്റ്റെറിലൈസേഷനിൽ നമ്മൾ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ കൺസിസ്റ്റ് ഓഫ് സ്യൂട്ടബിൾ ബാക്ടീരിയൽ സ്പോട്ട് which are genetically stable, readily characterizable and non-pathogenic spore with high and reproducible resistance to the sterilizing agent deposited on a carrier and distributed throughout the sterilizer load. So at the end of sterilization process, the unit is recovered and which is cultured in suitable culture media to determine the presence of survivor. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഓരോ സ്റ്റെറിലൈസേഷൻ മെത്തേഡിലും ഓരോ ഓർഗാനിസം പറയുന്നുണ്ട്. ആ ഓർഗാനിസത്തിന്റെ സ്പോറുകൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു ഫിൽട്ടർ പേപ്പറിൽ സോക്ക് ചെയ്തെടുത്തിട്ട് ഒരു എൻവലപ്പിൽ വെക്കാം, ഒരു അലൂമിനിയം ഫോയിലിന്റെ അകത്തുള്ള എൻവലപ്പിൽ വെക്കാം. അതല്ല അതിന്റെ സ്പോറുകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രിപ്സുകൾ ഉണ്ടെങ്കിൽ ആ സ്ട്രിപ്പ് ഇതുപോലെ എൻവലപ്പിന്റെ അകത്ത് വെക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാം. സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ സ്ട്രിപ്പ് എടുത്ത് ഫ്രഷ് ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അതിനെ ഇൻക്യുബേറ്റ് ചെയ്യാം.
ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് ഇഫ് ദർ ഈസ് എനി ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം that indicate sterilization was not successful. കാരണം നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ വെച്ചിട്ടുണ്ട്, ആ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട പ്രൊഡക്റ്റിലും അങ്ങനെയുള്ള ഓർഗാനിസം ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യാൻ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതായിരിക്കും അതിന്റെ ഇൻഡിക്കേഷൻ തരുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് if there is any turbidity in the culture media which indicate the growth of microorganism, ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്ററുകൾ നമ്മളെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ആ കൾച്ചർ മീഡിയ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ടെർബിഡിറ്റി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം, ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഫെയിലിയർ ഓഫ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ഏത് സ്റ്റെറിലൈസേഷൻ ആണോ ചെയ്തിട്ടുള്ളത് അത് ഫെയിലിയർ ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, so these are the examples of biological indicators. ഇത് സാധാരണഗതിയിൽ വൈവക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. What are the biological indicators? Give me some example or give me an example for biological indicator used in dry heat sterilization process എന്നൊക്കെ ചോദിക്കാറുണ്ട്. So these are the different biological indicators used for the sterilization monitoring. So example, autoclave at 121 degrees Celsius. We can use Bacillus, spores of Bacillus stereothermophilus. Dry heat sterilization at 160 degrees Celsius. We can use Clostridium sporogenesis. Ethylene oxide at 600 milligram per liter. Bacillus subtilis. And ionization radiation, Bacillus fumilis. Membrane filtration, Serratia marascens. And membrane filtration with pore size of 0.2 micrometer, Pseudomonas diminuta. These are the different organisms used as biological indicators. അപ്പോൾ ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സുകൾ. മൂന്ന് രീതിയിലുള്ള ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റെറിലൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സുകൾ, മോണിറ്റേഴ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, അതിൽ നമ്മൾ ഫിസിക്കൽ ആയിട്ട് കാര്യങ്ങൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ടെമ്പറേച്ചർ ആണെങ്കിൽ ടെമ്പറേച്ചർ, അതല്ല കോൺസെൻട്രേഷൻ ആണെങ്കിൽ കോൺസെൻട്രേഷന്, അവിടെ പ്രഷർ ആണെങ്കിൽ പ്രഷർ, എന്താണോ മെഷർ ചെയ്യേണ്ടത് ആ സാധനം നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ ഇൻഡിക്കേറ്ററിൽ നമ്മൾ ചെയ്യുന്നത്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ കെമിക്കൽസുകളാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് വിൽ ഗീവ് ആൻഡ് കളർ ചേഞ്ച് ഡ്യൂറിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. അപ്പൊ അത് നോക്കിയിട്ടാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ ഓർഗാനിസം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്പോറുകളാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അത് കൾച്ചർ ചെയ്യുന്ന സമയത്ത് കൾച്ചറിൽ, ഈ കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഇനി അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം, അതിന് ഒരു കൾച്ചർ മീഡിയത്തിലോട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ ഗ്രോത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് the sterilization process was a failure, it was not successful, it couldn't sterilize the substance which are present in the sample എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രിപ്സുകൾ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെയുള്ള സ്ട്രിപ്സുകൾ നേരിട്ട് വെക്കേണ്ട ആവശ്യമുള്ളൂ. ആ സ്ട്രിപ്പ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് കൾച്ചർ മീഡിയത്തിലോട്ട് ഇടുന്ന സമയത്ത് അതിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സ് ആൻഡ് ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് യൂണിറ്റ് 2.